ഹലോ. ഓണായിട്ട് ഞാനും ലൈറ്റ് കാണാൻ വേണ്ടി പോയാട്ടോ. തിരുവോണത്തിനല്ല പോയത്, പിറ്റേ ദിവസമാണ് പോയത്. തിരുവോണം വരെ പോകാനായിട്ട് ഒട്ടും പറ്റിയില്ല. അതിന്റെ പിറ്റേ ദിവസം തൊട്ടാണ് പോകാൻ വേണ്ടി പറ്റിയത്. അപ്പൊ തിരുവോണത്തിന് പോകാൻ പറ്റിയതിൽ റിഗ്രറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇനി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളോട് വിശദീകരിച്ച് പറയാം. അപ്പൊ ലൈറ്റ് കാണാൻ പോവാന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മീൻസ് എല്ലാ ജില്ലക്കാരും അങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തില് ഓണം ആവുമ്പോ ഇതേപോലെ ലൈറ്റ് എല്ലാം ഇടും കേട്ടോ. അപ്പോ നമ്മൾ ലൈറ്റ് കാണാൻ പോവാ എന്നാണ് പറയുന്നത്. വേറൊന്നുമില്ല. ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിയമസഭ, പാളയം ആയിക്കോട്ടെ, പിന്നെ കനകക്കുന്ന്, മ്യൂസിയം, അങ്ങനെ കംപ്ലീറ്റ് ആ സൈഡ് കംപ്ലീറ്റും പിന്നെ പോകുന്ന എല്ലാ ഷോപ്പുകളിലെല്ലാം ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും. അതാണ് ലൈറ്റ് കാണാൻ പോവാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഒരു ഫെസ്റ്റ് നടക്കുവാണ്. മണ്ണന്തലയാണ് ഫെസ്റ്റ്. അത് ഞാൻ പോയില്ല. പോയതിന് ശേഷം ഞാൻ പറയാം. ദേ ഇത് കേരള PSC ഓഫീസാണ് കണ്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തവര് വെച്ചേക്കും. ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ് അവർ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് എല്ലാ തവണ അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യവും ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പോകുന്ന വഴി ദേ ഇതെല്ലാം നിയമസഭ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി വെക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കാണ്. കാര്യം ഇവിടെ വണ്ടി വെച്ചാലേ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ടി വെക്കാൻ സ്ഥലവും കിട്ടത്തില്ല. അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വണ്ടി വെക്കാനാണ് ഇനി ബുദ്ധിമുട്ടാകുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വണ്ടിയൊക്കെ വെക്കാൻ വേണ്ടി പറ്റി. ഐ തിങ്ക് കഴിഞ്ഞ തവണത്തെ അത്രയും തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്. പക്ഷെ എന്തൊക്കെയോ സംതിങ് എവിടേക്കോ ഒരു മിസ്സിംഗ് പോലെ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ബൈക്കിൽ വരുന്നവർക്ക് സുഖാണ് കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ വെക്കാം. പക്ഷെ കാറിൽ വരുന്നവർ പെട്ടുപോകും. കാറ് വെക്കാൻ ഒട്ടും സ്ഥലം കിട്ടത്തില്ല. ഞങ്ങള് ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് ബൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടി. ബൈക്കെല്ലാം വെച്ചിട്ട് പിന്നെ ഇനി നമ്മൾ മ്യൂസിയത്തിലോട്ട് നടക്കുവാണ്. കാര്യം നടന്നാൽ മാത്രമേ പറ്റൂ. ഇവിടെ തന്നെ ഞാൻ കാണിച്ചത് വഴി മൊത്തം ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്കാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാൻ പറ്റാത്ത അത്രയും ബ്ലോക്കാണ്. പിന്നെ ഞങ്ങള് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യമൊക്കെ ഒരുപോലെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിനൊന്നും കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആയാലും ഇപ്രാവശ്യത്തെ ആയാലും ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നഗരസഭ. ഇവിടെയും എപ്പോഴത്തെയും പോലെ തന്നെയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ഭംഗി പോലെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ തോന്നിയോന്ന് അറിഞ്ഞുകൂടാ. അപ്പോ ഇത് നഗരസഭ ഇവിടുത്തെ ലൈറ്റ് ഇങ്ങനെ കണ്ടുപോകാനല്ലാണ്ട് നമ്മള് കംപ്ലീറ്റ് ഇറങ്ങി കേറാനായിട്ട് പറ്റിയില്ല. പോയപ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയി. പിന്നെ പിന്നെ എല്ലാം കണ്ട് കണ്ട് പോവാനാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ലേറ്റ് ആകുമായിട്ട് ഞങ്ങള് ഒരുപാടൊന്നും കണ്ടു നിന്നില്ല. ആദ്യം മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയത്തിനകത്ത് കേറുക എന്നുള്ളതാണ്. കാര്യം അതിനകത്ത് കേറാൻ തന്നെ ഈ തിരക്കിനകത്ത് കേറി ഇറങ്ങി എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. സോ അതായിരുന്നു ആദ്യത്തെ മെയിൻ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ അവിടുത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കാനൊന്നും പറ്റിയില്ല. ഓക്കെ. ഇതാണ് മ്യൂസിയം. ഓക്കെ. മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെ സ്റ്റോളും ഫുഡിന്റെ കുറച്ച് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു ബലൂൺ എനിക്ക് അന്നും ഇന്നും എന്നും ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ പിള്ളേരെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിള്ളേരെ മാത്രമല്ല വലിയവരെ ആയാലും അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പൈസ ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം വരാൻ. ഓക്കെ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊന്നും വാങ്ങിച്ചൊന്നുമില്ല കഴിക്കാനായിട്ട്. കാര്യം വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ പോവാം. തിരിച്ചു വരുമ്പം റിലാക്സ് ആയിട്ട് എന്താ ഫുഡൊക്കെ കഴിക്കാനുള്ളത് വാങ്ങിച്ച് വരാന്ന് വിചാരിച്ചേട്ടോ. അത് അങ്ങനെയാ പോയത്. ഇതാണ് മ്യൂസിയം. മ്യൂസിയത്തിന്റെ അകത്തും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൈറ്റ്സ്, കുറച്ചും കൂടെ ഫോട്ടോ എടുക്കാനുള്ളത്, സമാധാനമായിട്ടുള്ളത്. ഓക്കെ. ഡിസപ്പോയിന്റ്മെന്റ് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതാണോ അതെ ലൈറ്റ് ഉണ്ടായിട്ട് ഇടാത്തതാണോ എന്നറിയില്ല. ഈ മ്യൂസിയത്തിനകത്ത് നമ്മൾ കേറുന്ന സ്ഥലത്ത് ഇവര് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞു പോയ ഒരു ആർച്ച് പോലെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഒന്നും വച്ചിട്ടില്ല. ഇനി അത് തിരുവോണമായിട്ട് അവിടെ നിർത്തിയതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതില്ലായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ അകത്ത് കയറുമ്പോ തന്നെ കളരിപ്പയറ്റ്, അങ്ങനെ കളരിപ്പയറ്റ് ആണെന്ന് അല്ലേ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുണ്ടായിരുന്നു. അത് കുറച്ച് നേരമേ കണ്ടോണ്ടിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു കേട്ടോ അവിടെ ആ ഒരു ലൈറ്റ് ഇല്ലാത്തത്. നെക്സ്റ്റ് നമ്മൾ കനകക്കുന്നിൽ കയറി. കനകക്കുന്നിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എപ്പോഴും ഉണ്ടാവും. ഇപ്രാവശ്യത്തെ വെറൈറ്റി ഇതാണ്. അതിന്റെ താഴെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെയാണ് പൊതുവെ എല്ലാവരും കേറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ എൻട്രൻസ് അല്ല ഇപ്പുറത്തെ സ്ഥലത്ത് നമ്മൾ നോർമലി കേറിക്കൊണ്ടിരുന്നത്. എപ്പോഴും നമ്മൾ സാധാരണ ഓണമല്ലാത്ത സമയത്ത് കനകക്കുന്നിൽ കയറുന്ന വഴിയിൽ കൂടി ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി.
അതിനി തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ സ്പെഷ്യാലിറ്റി ആണോ എന്ന് എനിക്കറിയൂല. കാര്യം അതുമാത്രം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ രണ്ട് സൈഡും കയറ്റി വിട്ടില്ലെങ്കിൽ ഇപ്പഴൊന്നും നമ്മൾ കേറി പോകാനൊന്നും പറ്റില്ല. ഇങ്ങനെ തള്ളലിൽ നമ്മളെ തന്നെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് അങ്ങനെ ഒരു 2 സ്ഥലം ഓപ്പൺ ആക്കി കൊടുത്തത് നന്നായി. ഓക്കെ. അപ്പൊ അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ചെണ്ടമേളം. ചെണ്ടമേളത്തിന്റെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് സൈഡ് വലി വന്ന് നമ്മള് ഇവിടെ കണ്ടു. അതിന് ചെണ്ടമേളം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മെയിൻ പ്രോഗ്രാംസ് ഒക്കെ തിരുവോണം കൊണ്ട് എൻഡ് ചെയ്തു. ഇനി കുറച്ച് കുറച്ച് ചോട്ട ചോട്ട പ്രോബ്ലം അല്ല പ്രോഗ്രാംസ് ആണ് എന്ന് തോന്നുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ദേണ്ട് ഇത് വലിയൊരു കുടമല്ലേ, അതെ കുടം വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പോയില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ നിന്നത് ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയിട്ട് മ്യൂസിയത്തിനകത്ത് കയറിയിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പൊ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഈ കനകക്കുന്ന് ഫോക്കസ് ചെയ്ത് വന്നതുകൊണ്ട് മ്യൂസിയത്തിൽ വലിയ തിരക്കില്ല. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ കനകക്കുന്നില് കയറുന്ന സ്ഥലത്ത് വെച്ചേക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് സത്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒരു കഴിഞ്ഞ പ്രാവശ്യം നല്ല കളർഫുൾ ആയിരുന്നു. ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ വലിയ കളർഫുൾ ആണ് എന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഈ പൂക്കൾ പിന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും ആ നേരത്തെ കണ്ട സാധനം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ലൈറ്റ് ഒക്കെ കുറവായിരുന്നു കേട്ടോ അവിടുത്തെ ലൈറ്റ് ഒന്നും. പിന്നെ അത് നേരെ കാണുന്നത് ദഫ്മുട്ടോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് അവരുടെ പരിപാടികളായിരുന്നു. ഇനി കനകക്കുന്ന് പാലസ് ഇതിനകത്ത് ഞാൻ പൊതുവെ കയറിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം കയറാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടി. ഇതിനകത്ത് എന്തോ പരിപാടി നടക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് പരിപാടി എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് കഥകളിയായിരുന്നു. കഥകളി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കഥകളി കൊള്ളാം. എനിക്ക് കുറച്ച് നേരം കണ്ടുള്ളൂ. എല്ലാം ഒരുപാട് നേരം ഒന്നും കാണാനൊന്നും നിന്നില്ല. കുറച്ച് നേരമാണെങ്കിലും കുറച്ചൊക്കെ കണ്ടു. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കാണാനൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ കുറച്ചു നേരം കണ്ടു. വീഡിയോസ് ഒക്കെ എടുത്തു. ഇത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രായം കണക്കിലാക്കാതെ ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ വയസ്സായവരെ ഇരിപ്പുള്ളൂ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. നെക്സ്റ്റ് ഗോസ്റ്റ് ഹൗസ്. ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേറാനായിട്ട് മെനക്കെട്ടിട്ടില്ല. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേരെ അട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കാണുന്ന ഈ സാധനത്തിനകത്ത് പിള്ളേര് മാത്രമല്ല വലിയവരും കയറാറുണ്ട് കേട്ടോ. പിന്നെ ജൈന്റ് വീല് അങ്ങനെയൊക്കെ കുറച്ച് സംഭവം. അവിടെയൊക്കെ ഭയങ്കര തിരക്ക്, അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ നമ്മള് ഇതൊക്കെ കണ്ട് പോയി. അപ്പൊ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളതും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കാണാൻ പറ്റിയിട്ടുള്ളതും സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റോളാണ്. ഇതിനകത്ത് ഞങ്ങൾ കയറിയില്ല. കാര്യം എപ്പോഴും സെയിം തന്നെയാണ് സ്റ്റോളും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലമാണ് എൻ്റെ മെയിൻ സ്ഥലം. കാര്യം ഇവിടെ അത്യാവശ്യം നല്ല കമ്മലും മാലയും വളയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആവും. കാര്യം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എനിക്ക് കുറെ നേരം എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ മാറി. അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഈ സ്ഥലമാണ് കമ്മലിന്റെയും മാലയുടെയും വളയുടെയും എല്ലാം കേന്ദ്രം. അപ്പൊ ഇവിടെ വച്ചിട്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ്. അതായത് 30 രൂപയൊക്കെ ഉള്ളൂ കമ്മല്. സത്യം പറഞ്ഞാൽ ബംഗാളി ചേട്ടന്മാരൊക്കെ കമ്മലിന്റെ റേറ്റ് കൂട്ടി 40 രൂപയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇത് 30 രൂപയാണ്. അപ്പൊ അവര് കുറച്ചും കൂടി ഇങ്ങനെ തല പ്രയോഗിച്ചു. ഇവരറിയാമോ ഞാനിപ്പോ കാണിച്ചു തന്നിട്ടുള്ള സെലിബ്രിറ്റിയാണ്. അവരുടെ പേര് എന്തോന്ന് സജ്ജന അങ്ങനെ എന്തോണ് പേര്. അപ്പൊ അവരുടെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുപ്പിവളയാണ്. വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം വാങ്ങിയില്ല. പിന്നെ ആ സ്റ്റോളൊക്കെ കണ്ട് നമ്മൾ ഇനി പുറത്തിറങ്ങാനുള്ള ഒരു സെറ്റപ്പിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പുറത്താണെങ്കിൽ എന്ന് വെച്ചാൽ എക്സിറ്റ് ആകുന്ന ആ സ്ഥലത്താണെങ്കിൽ ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മാത്രമേ ഉള്ളതല്ലാതെ അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ദേ ഈ സാധനം അത് പണ്ടും ഇപ്പോഴും ഒക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്രാവശ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഓക്കെ. ഇനി നമ്മള് പോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കാൻ. തട്ടുകടയൊക്കെ നിർത്തിയത് കാരണം തട്ടുകടയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തട്ടുകടയൊക്കെ എല്ലാം കംപ്ലീറ്റ് നിർത്തി കഴിഞ്ഞത് കൊണ്ട് തന്നെ തട്ടുകടയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തട്ടുകട കെട്ടി അവിടെ കയറി ഫുഡ് കഴിച്ചു. പൊറോട്ടയും ചിക്കൻ റോസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വിശേഷം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ബൈ.